മീൻ പൊസിഷനിൽ വെലോസിറ്റി മാത്രമേ മാക്സിമം ഉള്ളൂ, ആക്സലേഷൻ മാക്സിമം ഇല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് നോക്കണം. അഞ്ചാമത്തെ എന്താണ്? അറ്റ് ഓ മീൻ പൊസിഷനിൽ ആക്സലേഷൻ 0 ആണ്. അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഒരു കറക്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫിഫ്ത്ത് വൺ ഈസ് കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് ഇതും കൂടി ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതായത് പെട്ടെന്ന് വർക്ക്, ഇത് ഇവിടെ നമുക്ക് വെറും കമ്പാരിസൺ മാത്രം മതി. ഞാൻ പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ടൈം പീരീഡ് ഈസ് ഗിവൺ ബൈ 2√L or L is equal to T². പെട്ടെന്ന് ലെങ്ത്തിൽ നിന്നും ടൈം പീരീഡും ടൈം പീരീഡിൽ നിന്നും ലെങ്ത്തും കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഫോം. സ്പെഷ്യൽ കേസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമുക്കാലും കേസിലെ മോസ്റ്റ് ഓഫ് ദ കേസസ് ദിസ് വിൽ കം. മെയിൻലി 4 എണ്ണമാണ്. ഫ്രം മീൻ ടു a/2 t/12, a to a/2 t/6, mean to a/√2 t/2, extreme to a/√2 t/8 തന്നെ. നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ പേപ്പർ ഓസിലേഷൻ, സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. സെക്കൻഡ് ഇയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓസിലേഷൻസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്കറിയാമല്ലോ. തറവായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണ് ഓസിലേഷൻസ്. കുറച്ച് കാര്യങ്ങൾ റിഗാർഡിങ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ പ്രോഗ്രാംസ്. KEEM Kerala Engineering Entrance Examination is coming in the month of, I think, April. അതിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് we arranged a intensive ഷോർട്ട് ടേം ഒരു ക്രാഷ് പ്രോഗ്രാം. നിങ്ങൾക്കറിയാം സമയം കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് മോസ്റ്റ് ഓഫ് യു ആർ കട്ട് ഓഫ് ഫ്രം എൻട്രൻസ് പ്രിപ്പറേഷൻ. യു ആർ ബിസി വിത്ത് ബോർഡ് മോഡൽ എക്സാമിനേഷൻ, ബോർഡ് പ്രിപ്പറേഷൻ, ബോർഡ് എക്സാമിനേഷൻ, പ്രാക്ടിക്കൽസ് ഒക്കെ ആയിട്ട്. ഇതിന് പുറമെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലമായി നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ട് അതിനൊക്കെ ഒരു നിങ്ങൾക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് ഒരു എൻട്രൻസ് ട്യൂൺ കൊടുക്കാനായിട്ട് ഞങ്ങളൊരു ഷോർട്ട് ടേം പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ്. അത് ഓഫ്ലൈൻ കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈനിലുണ്ട്. സംഭവം ഷോർട്ട് പ്രോഗ്രാം ആണെങ്കിലും ഞങ്ങളുടെ പ്രോഗ്രാം ഒരു ഗ്രേഡഡ് പ്രോഗ്രാമാണ്. എല്ലാത്തിൻ്റെയും ഒരു തിയറി ബ്രീഫിംഗ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഡിസ്കഷൻസ്, പീരിയോഡിക് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, എല്ലാത്തിനും പുറമെ വി ഹാവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 2 സ്ട്രീമിലായിട്ടാണ്, രണ്ടിലും ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. CBSE കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് വി സ്റ്റാർട്ട് ദ ക്ലാസ്സസ് ഫ്രം March 13th and state and other boards we start the batches from March 18th. നിങ്ങൾക്ക് ഞങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യാം, യു ക്യാൻ ഗെറ്റ് ദി ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കോൺടാക്ട് ദം ഡയറക്ട്ലി ആൻഡ് ഗെറ്റ് ഓൾ ഇൻഫർമേഷൻസ്. അപ്പോൾ ഷോർട്ട് ടൈം ആണെങ്കിലും വി ഹാവ് എ ഗ്രേഡഡ് പ്രോഗ്രാം. യെസ്, വൺ മോർ ആസ്പെക്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എല്ലാ പേപ്പേഴ്സും NCERT ഓർഡറിൽ ഇതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. ഓരോ സബ്ജക്റ്റിലും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഓരോ പേപ്പർ അവൈലബിൾ. അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്സ് +1, +2, കെമിസ്ട്രി +1, +2, ബോട്ടണി, സുവോളജി ഒക്കെ ഉണ്ട് NCERT ഓർഡറിൽ. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആവുന്നത് മോസ്റ്റ്ലി ട്യൂഷൻ ഓറിയൻറ്റഡ് സ്റ്റുഡൻസിനാണ്. മാത്രമല്ല ദോസ് ആർ അപ്പിയറിംഗ് ഇൻ ദ NEET, KEEM, JEE മെയിൻസ് ഓൺ April ആൻഡ് ഈവൻ JEE അഡ്വാൻസ്. ക്വിക്ക് റെഫറൻസിന് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നൗ വി സ്വിച്ച് ഓവർ ടു ദ ടുഡേസ് ടോപ്പിക്, ഓസിലേഷൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്.
പക്ഷെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ, ഓർത്തിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് ഇഫ് യു put in effort from this chapter, it will be beneficial for you. Okay. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് ലീനിയർ SHM ഫ്രം മെയിൻ പൊസിഷൻ. നമ്മളതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇൻ 2 seconds is equal to 1/√2 times amplitude. അങ്ങനെയാണെങ്കിൽ we have to calculate the time. നമുക്കറിയാം ദ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? A is the amplitude, sine omega t. Why we have opted sine? Even if you write x is equal to a cos omega t, that also represents SHM. അതും represent SHM represent ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ സൈൻ ഇക്വേഷൻ പ്രിഫർ ചെയ്തു? അതിനൊരു കാരണമുണ്ട്. കാരണം ഇനീഷ്യലി T0 ആകുമ്പോൾ പാർട്ടിക്കിള് മെയിൻ പൊസിഷനിലാണ്. നമുക്ക് വേണ്ടത് മെയിൻ പൊസിഷനിൽ നിന്നും ഈ പൊസിഷനിലേക്ക് വരാൻ വേണ്ട സമയമാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം മെയിൻ പൊസിഷൻ, ഓസിലേഷൻ്റെ ബിഗിനിങ്ങിലെ T=0 ഇനീഷ്യൽ മൊമെന്റിലെ മെയിൻ പൊസിഷനിലാണെങ്കിൽ സൈൻ ഇക്വേഷൻ ആണ്. ഇനി എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡിന്റെ 1/√2. That comes to be A into sine omega t. അപ്പോൾ sine omega t comes to be 1/√2. നമുക്കറിയാം ഏത് ആംഗിളിൻ്റെയാണ് സൈൻ ഫംഗ്ഷൻ 1/√2 വരുന്നത്? 45 ഡിഗ്രിയുടെ. അതായത് ഒമേഗ ടി എന്ന് പറയുന്നത് 45 ഡിഗ്രി അല്ലെങ്കിൽ π/4. Therefore ഒമേഗ എന്ന് പറയുന്നത് 2π/t into t. ടി പറഞ്ഞിരിക്കുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? 2 seconds ആണ്. That is coming to be π/4. Therefore t is coming to be 2π/t into t is π/4. Therefore t is coming to be 2π/t into t is equal to π/4. That comes to be 16 seconds. 16 seconds. ഓക്കെ, നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്തു. എന്നിരുന്നാലും കുറച്ചൊരു ടിപ്സ് ഓർത്ത് വെച്ചാലേ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. യെസ്, നമ്മൾ ഇത്രയും ഇക്വേഷൻ എഴുതി വർക്കൗട്ട് ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടൈമുകൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ യു. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട്? എന്താണ് ടൈം പീരീഡ് ഈസ് 16 സെക്കൻഡ്. അല്ലെങ്കിൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? എന്താ ടൈം ടേക്കൺ? 2 seconds ആണ്. ടൈം പീരീഡ് 16 seconds ആണ്. അപ്പോൾ ടൈം ടേക്കൺ എന്ന് പറയുന്നത് T/8 ആണ്. എവിടെ എത്താനായിട്ട്? മീൻ പൊസിഷൻ ടു A/√2 അല്ലേ? ഇതും കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പൊസിഷൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ യു. ഞാനത് ഇവിടെ ബോർഡിൽ എഴുതുന്നു, പറയുന്നു. ഇത് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തു, ഡിറൈവ് ചെയ്തു. ഇതുപോലെ ഞാൻ ഈ ഡെറിവേഷൻ സ്റ്റെപ്സ് കാണിക്കുന്നില്ല, എൻ്റെ ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് റിസൾട്ട് ഞാൻ പറയുന്നു. ഒന്നാമത്തെ പൊസിഷൻ, മെയിൻ പൊസിഷൻ ടു, എല്ലാവർക്കും അറിയാം മെയിൻ പൊസിഷൻ ടു എക്സ്ട്രീം അല്ലെങ്കിൽ എക്സ്ട്രീം ബാക്ക് ടു മെയിൻ. ദ ടൈം പീരീഡ് എത്രയാണെന്ന് അറിയാം, ടൈം ടേക്കൺ എത്രയാണ്? T/4. എല്ലാവർക്കും അത് പറയേണ്ട കാര്യമില്ല. മീൻ ടു എക്സ്ട്രീം ഓർ എക്സ്ട്രീം ബാക്ക് ടു മീൻ T/4. അപ്പോൾ ഞാൻ വേറെ പൊസിഷൻസ് പറയണം. മീൻ പൊസിഷൻ ടു A/2, ആംപ്ലിറ്റ്യൂഡിൻ്റെ പകുതി, അവിടെ ടൈം ടേക്കൺ ഈസ് T/12 ആണ്. ടി എന്ന് പറയുന്നത് ടൈം പീരീഡാണ്, A ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ മീൻ പൊസിഷനിൽ നിന്നും ആംപ്ലിറ്റ്യൂഡിൻ്റെ പകുതി, അതായത് മിഡ് വേ ബിറ്റ്വീൻ മീൻ ആൻഡ് എക്സ്ട്രീമിലേക്ക് പോകാൻ വേണ്ട സമയം T/12 ആണ്. മറിച്ച് നമ്മൾ എക്സ്ട്രീം, A മീൻസ് എക്സ്ട്രീം ടു A/2 ആണെങ്കിൽ നമ്മുടെ സമയം വരുന്നത് T/12 അല്ല, അത് T/6 ആണ്. കാരണം എക്സ്ട്രീം A ടു A/2 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ്? എക്സ്ട്രീമിലാണ്. ബിഗിനിങ് എക്സ്ട്രീമിലാണ്. ബിഗിനിങ് എക്സ്ട്രീമിലാണെങ്കിൽ
നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് സൈൻ ഫംഗ്ഷൻ വി ഹാവ് ടു റൈറ്റ് കോസ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വ്യത്യാസം വരും. അത് t/6 ആണ്. മൂന്നാമത്തെ മീൻ ടു a/√2. ഇപ്പം തന്നെ എഴുതി. എത്ര കിട്ടിയിരിക്കുന്നത്? t/8. അതുപോലെ തന്നെ എക്സ്ട്രീം ടു a/√2 അതും എത്രയാണ്? t/8 ആണ് അല്ലേ? കുറച്ച് ഇങ്ങനത്തെ സ്പെഷ്യൽ പൊസിഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ 95 ആൻഡ് അബോവ് കേസിലെ ഈ പൊസിഷൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളു നോർമലി. അപ്പം അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാം. ഓക്കെ, ഇനി പറയട്ടെ. ഇനി ഇതൊന്നും ഞാൻ ഒരു കാര്യം ചെയ്യണം. ഈ t/12 എന്ന് പറയുന്നത് എവിടുന്ന? മെയിൻ പൊസിഷൻ. ഈ t/6 എന്ന് പറയുന്നത് എക്സ്ട്രീം എന്നാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. ജസ്റ്റ് t/12 ഓർക്കുന്നത് എവിടുന്ന? മീൻ ടു ഹാഫ് എ ആണ്. t/6 ഓർക്കുന്നത് എക്സ്ട്രീം ടു ഹാഫ് എ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ഇൻ എ ടൈം, ഞാൻ വേറെ തരത്തിൽ എഴുതുന്നത്, ഇൻ എ ടൈം t/6 ഫ്രം മീൻ. ഇവിടെ ഇൻ എ ടൈം t/12 ഫ്രം മീൻ ആയിരുന്നു. എവിടെ എത്തി? a/2 എത്തി. ഇത് ഇൻ എ ടൈം t/6 ഫ്രം മീൻ. ഡിസ്പ്ലേസ്മെന്റ് a√3/2, ഒരു പുതിയ പൊസിഷൻ. അതേപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്ന t/6 എവിടെ നിന്നാണ്? എക്സ്ട്രീം എന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാണ്, ഇൻ എ ടൈം t/12 ഫ്രം എക്സ്ട്രീം. നിങ്ങൾ ഓർക്കുന്നത് t/12 എവിടെ നിന്നാണ്? മീൻ എന്നാണ്. ഇപ്പൊ ഇൻ എ ടൈം t/12 ഫ്രം എക്സ്ട്രീം ആയിരുന്നെങ്കിൽ ഇൻ എ ടൈം t/12 ഫ്രം എക്സ്ട്രീം, അവിടെയും ഡിസ്പ്ലേസ്മെന്റ് a√3/2 ആണ്. നമ്മൾ 6 സ്പെഷ്യൽ കേസസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമുക്കാലും കേസിലെ മോസ്റ്റ് ഓഫ് ദ കേസസ് ദിസ് വിൽ കം. മെയിൻലി 4 ഫ്രം മീൻ ടു a/2 t/12, a to a/2 t/6, mean to a/√2 t/2, extreme to a/√2 t/8 തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ t/12നെയും t/6നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. The one t/6 you remember was from extreme. Now I say from mean in a time t/6. From mean in a time t/6 will reach √3/2a. Similarly, in a time t/12 from extreme will reach √3/2a. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ it will be really beneficial for you. Okay? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. The two pendulums t a and b of periods t and t/2, if they start executing SHM at the same from mean position, the phase difference between the bigger pendulum has completed one oscillation. Bigger pendulum takes how much time? Time taken by the bigger pendulum. Time taken by the bigger pendulum. Bigger means longer. 5. ഞാൻ ഇതിനിങ്ങനെ എഴുതുന്നത് 5t/12 എങ്ങനെ? 2.5t അല്ലെങ്കിലോ 2t പ്ലസ് എത്രയാണ്? t/2. കറക്റ്റ്. 2t plus. And for the shorter pendulum, എത്രയാണ്? t. യെസ്, നമുക്ക് അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് വേണം. ഓക്കെ, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇത് t ആണ്, മറ്റേത് 2t/12 ആണ്. isn't it? അപ്പോൾ we can take that
ടിയുടെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ എന്ത് വരും? നമുക്ക് ഇത് വൺ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലോങ്ങർ പെൻഡുലം 2t സെക്കൻഡ് കഴിഞ്ഞു, പാർട്ടിക്കിൾ തിരിച്ച് എവിടേക്ക് എത്തി? വലിയ പാർട്ടിക്കിൾ 2 തവണ മീൻ പൊസിഷനിലെത്തി, 2 തവണ മീൻ പൊസിഷനിലെത്തി, വീണ്ടും ഒരു ഹാഫ് എ പീരീഡിൻ്റെ വ്യത്യാസമുണ്ട്. വലിയ പെൻഡുലം ഒരു ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെറിയ പെൻഡുലം 2 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് മീൻ പൊസിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ പെൻഡുലം ഒരു ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് 2t + t/2 ആണ്. 2t + t/2 അല്ലേ? അത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? അത് ചെറിയ പെൻഡുലം 2 ഓസിലേഷൻസ് കംപ്ലീറ്റ് തിരിച്ച് മെയിൻ പൊസിഷനിലെത്തി. ഇനി ഒരു ഹാഫ് ദ ഓസിലേഷൻ കൂടി. ഹാഫ് ദ ഓസിലേഷൻ മീൻസ് കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് വിൽ ബി, ഒരു ഫുൾ ഓസിലേഷന് ഫേസ് ഡിഫറൻസ് 2π, ഹാഫ് ഓസിലേഷന് π, ഫേസ് ഡിഫറൻസ് π ആയിരിക്കും അല്ലേ? അപ്പോൾ വലിയ പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5t/2 ഞാൻ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു, 2t + t/2 ചെറിയ പെൻഡുലമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 1t ആണ്. അപ്പോൾ 2t കഴിയുമ്പോൾ 2 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് അവിടെ എത്തിയിട്ടുണ്ട്, മീൻ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി എത്രയും കൂടി സമയം ബാക്കിയുണ്ട്? t/2. അതിൻ്റെ പീരീഡിൻ്റെ പകുതിയും കൂടി സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും അത് തിരിച്ച് പോയിട്ട് എവിടേക്ക് എത്തും? മീൻ പൊസിഷനിൽ തിരിച്ചെത്തും. പക്ഷേ എത്ര ഫേസ് ഡിഫറൻസ് വരും? ഒരു പീരീഡിൻ്റെ പകുതി, അതായത് π വിൽ ബി ദ ഫേസ് ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L is 5 seconds. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L/4. നമുക്ക് ലെങ്ത്തും പീരീഡും റിലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്, എളുപ്പത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും അറിയാം, t = 2π × √L/g. t² = 4π² L/g. നമുക്ക് അപ്രോക്സിമേറ്റ്ലി നിയർലി π² ജിയും ക്യാൻസൽ ചെയ്യും. സ്ലൈറ്റ് വ്യത്യാസമുള്ളൂ. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂയിലെ സിൻസ് യു ആർ സെലക്ടിങ് ദി ആൻസേഴ്സ്, ഈ ഡിഫറൻസ് ഡസൻ മാറ്റർ. അപ്പോൾ എൻ്റെ ഫോർമുല റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോർമുലയായി? t² = 4L, t = 2√L, അല്ലെങ്കിൽ L = t²/4. നിങ്ങൾക്ക് പെട്ടെന്ന് ലെങ്ത് തന്നാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ്, or if time period is given, you can quickly calculate the length, isn't it? ഇതാണ്, if length is given, time period is 2√L. If time period is given, length is t²/4. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ലെങ്ത് ആണ്, isn't it? അപ്പോൾ ലെങ്ത് എത്രയാ? കമ്പയർ ഇറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം. ഫസ്റ്റ് കേസിലെ ടൈം പീരീഡ് t1 = 2√L, t2 = 2√L1, L2. അപ്പോൾ t1/t2 = √L1/L2. t1 ഫസ്റ്റ് കേസിൽ 5 seconds ആണ്, t2 ഫൈൻഡ് ഔട്ട് ചെയ്യണം, √L1 L ആണ്, L2 L/4 ആണ്. That is coming to be √4, that is 2. Therefore, t2 = 5/2, that is 2.5 seconds. C ആണ് ആൻസർ, 2.5 seconds. Okay? Yes, come on. നമുക്ക് ഇതും കൂടി ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതായത് പെട്ടെന്ന് ഇത് ഇവിടെ നമുക്ക് വെറും കമ്പാരിസൺ മാത്രം മതി. ഞാൻ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ടൈം പീരീഡ് ഈസ് ഗിവൺ ബൈ 2√L or L = t²/4. പെട്ടെന്ന് ലെങ്ത്തിൽ നിന്നും ടൈം പീരീഡും നിന്നും ലെങ്ത്തും കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഫോർമുല നമുക്കതുകൂടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരിട്ട് ഈ ഫോർമുല എഴുതിയിട്ടും കമ്പയർ ചെയ്യാം, കാരണം L മാത്രമേ മാറുന്നുള്ളൂ. t1/t2 = √L1/L2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Two particles A and B move in concentric circles of radii 2:1. For every completion of circle A, B completes 5 circles. Then ratio of their orbital velocities.
വി ആണ് നമുക്ക് വേണ്ടത്, ഓർബിറ്റൽ വെലോസിറ്റി. നമുക്ക് സർക്കുലർ മോഷനിലാണ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുലയുണ്ട് 2πr/t. നമുക്ക് V1 ഉം V2 വി ഹാവ് ടു കമ്പയർ ചെയ്യണം. V1 is to V2. V1/V2. A and B moves concentric circle with radii in the ratio. Radii ഡിഫറെൻ്റ് ആണ്, ടൈം പീരീഡ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർ ഫോർമുലയിലെ R ഡിഫറെൻറ്റും T ഡിഫറെൻറ്റും. R1/R2 into T2/T. വെലോസിറ്റി 2πr/t ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ദ വെലോസിറ്റീസ് ഓർബിറ്റൽ സ്പീഡ്സ് വിൽ ബി R1/R2. R1/R2 ഡയറക്ട്ലി ഗിവൺ ടു യു എത്രയാണ്? റേഡിയൻ ഇൻ ദ റേഷ്യോ 2:1. ഇനി ടൈം പീരീഡിൻ്റെ റേഷ്യോ ഫോർ എവറി കംപ്ലീഷൻ ഓഫ് എ ബി കംപ്ലീറ്റ്സ് 5 സർക്കിൾ. അതായത് ടൈം പീരീഡ് ഓഫ് നമുക്ക് ബെറ്റർ ടു റൈറ്റ് എ ആൻഡ് ബി. അപ്പോൾ VA/VB is equal to RA/RB into TB/TA. നമുക്ക് ടൈം പീരീഡിൻ്റെ റേഷ്യോ കാണാം ഫോർ എവറി 1 കംപ്ലീഷൻ ഓഫ് സർക്കിൾ എ. അപ്പോൾ ബി കംപ്ലീറ്റ് 5 സർക്കിൾസ്. എൻ്റെ അടുത്ത് എന്താ, ഒരു പീരീഡിലെ ഫോർ എവറി 1 കംപ്ലീഷൻ ഓഫ് സർക്കിൾ ബി കംപ്ലീറ്റ്സ് 5 സർക്കിൾസ് ബി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ബിയുടെ ആംഗുലർ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ടൈം പീരീഡാണ്. ω/ω/b. അതായത് A 5 സർക്കിൾസ് കംപ്ലീറ്റ്, 1 സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ B 5 സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആരുടെ ആംഗുലർ സ്പീഡ് കൂടുതലാണ്? ബിയുടെ ആംഗുലർ സ്പീഡ് കൂടുതൽ. ഹൗ മെനി ടൈംസ് മോർ? 1/5. എനിക്ക് വേണ്ടത് ഒമേഗ അല്ല, ടൈം പീരീഡാണ്. ടൈം പീരീഡിൻ്റെ ഫോർമുല എന്താ? ω is equal to 2π/t ആണ്. therefore ω/ωb എന്ന് പറയുന്നത് TB/TA ആണ്. TB/TA will be equal to 1/5. നമുക്കിനി ഒന്നും കൂടി ഫോർമുലയ്ക്കകത്ത് പോവാം. VA/VB is equal to RA/RB into TB/TA. ഒന്നുകൂടി നോക്കിയ കാൽക്കുലേഷൻ ഓഫ് TA/TB. A സ്ലോ ആണ്. A ഒരു ഓസിലേഷൻ കംപ്ലീറ്റ്, ബൈ ദ ടൈം A കംപ്ലീറ്റ്സ് 1 സർക്കിളിംഗ്, B കംപ്ലീറ്റ്സ് 5 സർക്കിൾസ്. മീൻസ് B ഫാസ്റ്റർ ആണ്. ബിയുടെ ആംഗുലർ സ്പീഡ് കൂടുതലാണ്. എത്ര ടൈംസ്? 5 ടൈംസ് കൂടുതലാണ്. അല്ലെങ്കിൽ ആംഗുലർ സ്പീഡ് ഓഫ് A ബൈ ആംഗുലർ സ്പീഡ് ഓഫ് B is 1/5. കറക്റ്റ്. ദർഫോർ ടൈം പീരീഡിന്റെ റേഷ്യോ ഇതിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ TB/TA എത്രയാണ്? 1/5 ആണ്. നമുക്ക് വേണ്ടതും TB/T. RA/RB എത്രയാണ്? 2/1 into TB this is 1/5. This comes to be 2:5. Yes. ഓക്കെ, ഇത് ഓസിലേഷൻ്റെ പ്രോബ്ലം അല്ല, സർക്കുലർ മോഷൻ്റെ പ്രോബ്ലം ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ടൈം പീരീഡ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിംഗുലർ ഹാർമോണിക് മോഷൻ ഇറ്റ്സ് 8 സെക്കൻഡ്. ദെൻ ടൈം പീരീഡ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. യെസ്, ഇതൊരു ബേസിക് ഇൻഫോർമേഷനാണ്. നമുക്കിങ്ങനെ എഴുതാം. എന്താണ്? ഫോർ എ സിംഗുലർ ഹാർമോണിക് മോഷൻ displacement is equal to A sin omega t, isn't it? Then potential energy equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? half m omega square A square sin square omega t. half m omega square A square sin square omega t. half m omega square x square ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി യെസ്. അപ്പോൾ half m omega square ഇതൊരു കോൺസ്റ്റന്റ് ആണ്. half m omega. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു?
TE. ഞാനിതിനെ E0 എന്ന് വിളിക്കുന്നു. E0 ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി. ഞാൻ യൂസിങ് എ മാത്തമാറ്റിക്കൽ cos 2 omega t, 1 minus 2 sin square omega t. 2 sin square omega t will be 1 minus cos 2 omega t. Therefore, sin square omega t will be 1 minus cos 2 omega t by 2. ഞാൻ ഇങ്ങോട്ട് വരുന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഈ 2 ഉണ്ടല്ലോ, 2 വിൽ ബി E0 by 2 ഇൻറ്റു 1 മൈനസ് കോസ് 2 ഒമേഗ ടി. ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. E0 by 2 മൈനസ് E0 by 2 കോസ് 2 ഒമേഗ ടി. യെസ്, നമുക്കവിടെ 2 കാര്യങ്ങളുണ്ട്. ഇത് ഇക്വേഷൻ ഓഫ് SHM ആണ്. എ സൈൻ ഒമേഗ ടി ആണ്. എ സൈൻ ഒമേഗ ടി ആണ്. വാട്ട് ഈസ് ഇറ്റ് ഈസ് SHM ആണ്. ആൻഡ് ഇറ്റ്സ് ടൈം പീരീഡ് ഈസ് SHM ആണ്. ആൻഡ് ഇറ്റ്സ് ടൈം പീരീഡ് ഈസ് 2π/. ഏതിൻ്റെ? ഈ ഇക്വേഷൻ്റെ ടൈം പീരീഡ് ഈസ് 2π/. യെസ്, SHM ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോയിങ് ദി ഇക്വേഷൻ ഓഫ് SHM. ഇനി പൊട്ടൻഷ്യൽ എനർജിയിലെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഹെൻസ് പൊട്ടൻഷ്യൽ എനർജി ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പീരീഡ് ഉണ്ട്, ബട്ട് നോട്ട് SHM. Equation of displacement undergo SHM with a period 2π/ω. പക്ഷേ because of the constant term, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട് പൊട്ടൻഷ്യൽ എനർജിയിലെ. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ will be oscillatory but will not be simple harmonic. Simple harmonic oscillation ആവില്ല, mere oscillation ആവും. And what about its period? Its period will be 2π/ അല്ലെങ്കിൽ T dash, right? 2π/2 ഒമേഗ അല്ലേ? ഇവിടെ cos 2 ഒമേഗ ഇൻറ്റു ടി ആണ്. And that is coming to be T/2. 2 ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ SHM ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി, അതിൻ്റെ ടൈം പീരീഡ് 2π/ω ആണ്. അത് സിമ്പിൾ ഹാർമോണിക് ഫോമിലാണ്. ഞാൻ പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എഴുതിയതാണ് ഫോം പൊട്ടൻഷ്യൽ എനർജി. ഞാൻ എഴുതിനെ ഇങ്ങനെ എഴുതി. E0 ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റി. E0 ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി is replaced by 1 minus cos 2 omega t by t. This is coming to be E0 by 2 minus E0 by 2 into cos 2 omega t. Because of this constant term, potential energy function oscillate but not simple harmonic motion. Oscillate ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. പീരീഡ് എന്താണ്? 2π/2 ഒമേഗയാണ്. അല്ലെങ്കിൽ SHMന്റെ പീരീഡിന്റെ പകുതിയുള്ളൂ. Now our question, SHM's period is how much? 8 seconds, and our answer will be 4 seconds. The period of SHM will be 4 seconds. It will be 4 seconds. Okay? Yes, come on. Now come to the next question. ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, velocity is constant? No. Velocity is varying. We have the velocity equation, it varies. Wrong ആണ്. Motion is periodic. Correct ആണ്. Acceleration is directly proportional to velocity. Wrong ആണ്. Acceleration is directly proportional to displacement ആണ്. അപ്പോൾ third option wrong ആണ്. Acceleration is along the direction of displacement. നമുക്കറിയാം ആക്സലറേഷനും വെലോസിറ്റിയും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതാണ് ഒരു ബേസിക് റിക്വയർമെന്റ് ഫോർ ഓസിലേഷൻസ് ടു ബി സിമ്പിൾ ഹാർമോണിക്. ആക്സലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മോഷൻ മസ്റ്റ് ബി അലോങ്, ഒരു നിർബന്ധമില്ല മോഷൻ നീഡ് നോട്ട് ബി അലോങ് എ സ്ട്രേറ്റ് ലൈൻ. സോ
Your correct option is motion is periodic. Simple harmonic motion periodic ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് നമ്മൾ എന്താണ് സ്മോളർ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ദ പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം സ്മോൾ ഓഫ് സോൾയൂഷൻ നമ്മൾ പഠിക്കുന്ന ഫോർമുലകളും നമ്മുടെ എല്ലാ ഇക്വേഷൻസും പഠിച്ചിരിക്കുന്ന സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് ആണ്. സിമ്പിൾ പെൻഡുലം ഒക്കെ നമ്മൾ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആണ് കണക്കാക്കുന്നത്. അവിടെ ദ ടൈം പീരീഡ് not depending on the amplitude, time period depend only on its length. Time period depends only on its length. അതായത് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ലെങ്തിനെ മാത്രമാണ്. യെസ്, കമോൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. Particle executing simple harmonic motion with A and B extreme position and O as the mean position. എ ആൻഡ് ബി എക്സ്ട്രീം ആണ്, റൈറ്റ് എക്സ്ട്രീമും ലെഫ്റ്റ് എക്സ്ട്രീമും ഓ മീൻ പൊസിഷൻ ആണ്. എ ആൻഡ് ബി റെപ്രസെന്റ് ആക്സലറേഷൻ വെലോസിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓരോ ഓപ്ഷനും നമുക്ക് നോക്കാം. അറ്റ് എക്സ്ട്രീം, വൺ ഓഫ് ദി എക്സ്ട്രീം ആക്സലറേഷൻ 0 റോങ് ആണ്. ആക്സലറേഷൻ മാക്സിമം ആണ് എക്സ്ട്രീമിലെ, 0 മീൻ പൊസിഷനിലാണ്. എ എന്ന് പറയുന്നത് എക്സ്ട്രീം ആണ്, അതുകൊണ്ട് അവരുടെ ആക്സലറേഷൻ എല്ലാം 0, വെലോസിറ്റിയാണ് 0. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ്. ബിയും എക്സ്ട്രീം പൊസിഷനാണ്, അവിടെയും ആക്സലറേഷൻ 0 അല്ല. ഓ മീൻ പൊസിഷനിലാണ്, അവിടെ ആക്സലറേഷൻ 0 ആണ്, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓ എ ആൻഡ് ബി ആർ മാക്സിമം. മീൻ പൊസിഷനിൽ വെലോസിറ്റി മാത്രമേ മാക്സിമം ഉള്ളൂ, ആക്സലറേഷൻ മാക്സിമം അല്ല, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അഞ്ചാമത്തെ എന്താണ്? അറ്റ് ഓ മീൻ പൊസിഷനിൽ ആക്സലറേഷൻ 0 ആണ്, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഒരു കറക്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫിഫ്ത്ത് വൺ ഈസ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. And there is the last question. Equation of a displacement particle executing simple harmonic motion in SI is given by its displacement after 3 seconds. Very direct question ആണ്. X of t is equal to 5 cos 4 pi into t. Is displacement after 3 seconds. 3 seconds. Okay. Now tell me, ഡയറക്ട്ലി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എത്രയാണ്? 5 cos 4 pi into 3. That means 5 cos 12 pi. നമുക്കറിയാം cos 0 0, cos pi minus 1, cos 2 pi, cos 0 1, cos pi minus 1, but cos 2 pi എത്രയാണ്? വീണ്ടും 1 ആണ്. സോ മൾട്ടിപ്പിൾസ് ഓഫ് 2 pi, കൊസൈൻ ഫംഗ്ഷനിലെ മൾട്ടിപ്പിൾസ് ഓഫ് 2 pi will be 1. Therefore cos 12 pi will be 1. Therefore displacement will be 5 meter. Yes, or answer is what? Box. Okay, second one. So tell me, this position 5 meter means where the particle is at extreme position. കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ഇത് കോസ് ഇക്വേഷൻ ആണ്. ഇനീഷ്യലി പാർട്ടിക്കിൾ ഹാസ് സ്റ്റാർട്ടഡ് ഫ്രം എക്സ്ട്രീം പൊസിഷൻ, ബിഗിനിങ് എക്സ്ട്രീം എന്നാണ്. ഇനി ഓരോ 2 pi കഴിയുന്തോറും, ഓരോ ഫേസ് ആംഗിൾ 2 pi കഴിയുന്തോറും അത് ഇറ്റ് വിൽ കം ബാക്ക് ടു ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ 12 pi ആണ്, 3 seconds 12 pi ആണ്. 2 പൈയുടെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. ആഫ്റ്റർ 6 2 pi, ഓരോ 2 pi കഴിയുമ്പോഴും പാർട്ടിക്കിൾ വിൽ കം ബാക്ക് ടു ദ ഇനീഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ മീൻ പൊസിഷൻ ആണ്. ദ പാർട്ടിക്കിൾ വിൽ കം ബാക്ക് ടു നോട്ട് മീൻ പൊസിഷൻ, എക്സ്ട്രീം പൊസിഷൻ ആണ്. കോസ് ഇക്വേഷൻ ആണ്. ബിഗിനിങ്ങിൽ എക്സ്ട്രീമിലാണ്, തുടങ്ങിയത് എക്സ്ട്രീമിലാണ്. ഇറ്റ് വിൽ കം ബാക്ക് ടു എക്സ്ട്രീം പൊസിഷൻ, എക്സ്ട്രീമിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ആഫ്റ്റർ 6 ഓസിലേഷൻ, ആഫ്റ്റർ എ ഫേസ് ആംഗിൾ ഓഫ് 12 pi, പാർട്ടിക്കിൾ വീണ്ടും എക്സ്ട്രീം പൊസിഷനിലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്, അല്ലെങ്കിൽ 5 ആണ്. ഇനി അങ്ങനെയല്ല, വി ക്യാൻ യൂസ് എ ഫോർമുല. വി പുട്ട് t is equal to 3. We got 5 cos 12 pi. Any even multiple of 12 pi, cos value will be +1. So it will be 5 into 1 plus 5. So that's all about the oscillations paper. 9 questions.